കേരള കോൺഗ്രസ് ചെം പിളർത്തി UDF-ൽ എത്താൻ PC ജോർജ് PJ ജോസഫിനെ കേരള കോൺഗ്രസിൽ നിന്ന് അടർത്തി മാറ്റി പുതിയ പാർട്ടിയുണ്ടാക്കി UDF-ൽ കയറിക്കൂടാനാണ് PC ജോർജിന്റെ ശ്രമം. നേരിട്ട് UDF-ലേക്കുള്ള ജോർജിന്റെ അപേക്ഷ പരിഗണിക്കുക പോലും ചെയ്യാതിരുന്ന സാഹചര്യത്തിലാണ് കുറുക്കുവഴിയോടെയുള്ള നീക്കം. ജോസ് കെ മാണിയുടെ കേരള യാത്രയും ഇടുക്കി സീറ്റിന് വേണ്ടിയുള്ള തർക്കവും കേരള കോൺഗ്രസിലെ രണ്ടിലകളിലൊന്ന് കൊഴിയുമെന്ന കണക്കൂട്ടലിലാണ് PC ജോർജിന്റെ പുതിയ നീക്കം. ഈ രണ്ട് വിഷയങ്ങളിലും ജോസഫിനൊപ്പം ഉണ്ടായിരുന്ന നേതാക്കളെല്ലാം KM മാണിക്കും ജോസ് കെ മാണിക്കും എതിരാണ്. ഇതോടെയാണ് പിളർപ്പിന്റെ ആദ്യപടിയായി വിലയിരുത്തപ്പെട്ട ജോസഫ് വിഭാഗത്തിന്റെ പ്രാർത്ഥനായജ്ഞത്തിൽ വിളിക്കാത്ത അതിഥിയായി PC എത്തിയത്. എരുതിയിൽ എണ്ണ ഒഴിക്കുന്നതായിരുന്നു പ്രാർത്ഥനായജ്ഞത്തിൽ ജോർജ് നടത്തിയ പ്രസംഗം. കോഴയ്ക്കെതിരെ ജോസഫ് സമരം നടത്തുമ്പോൾ KM മാണി എങ്ങനെ പങ്കെടുക്കുന്നത്? നിങ്ങൾ എന്തറിഞ്ഞുണ്ടായി വർത്തമാനം പറയുന്നത്? കോഴയ്ക്കെതിരെ ബഹുമാനപ്പെട്ട PJ ജോസഫിന്റെ നേതൃത്വം നടക്കുന്ന ഈ പ്രാർത്ഥന സഫലമാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇടയ്ക്ക് NDAക്കൊപ്പം ചേർന്ന് നിന്ന PC ജോർജ് പിന്നീട് UDF-ലെത്താൻ നേരിട്ട് തന്നെ ചില ശ്രമങ്ങൾ നടത്തിയിരുന്നു. എന്നാൽ കോൺഗ്രസ് അത് മുളയിലേ നുള്ളി. ജോർജിനെ കൂടെ കൂട്ടില്ലെന്ന സൂചന ചില UDF നേതാക്കൾ തന്നെ പരസ്യമായി നൽകി. ഇതോടെയാണ് പുതിയ നീക്കം. പിളർന്നാലും PJ ജോസഫിന് UDF-ൽ സ്ഥാനമുറപ്പാണ്. KM മാണിയുടെ ഇടതുമുന്നണി പ്രവേശന നീക്കം തടുത്ത PJ ജോസഫിനെ UDF കൈവിടാൻ വഴിയില്ല. 2 MLA-മാരുള്ള ജോസഫ് വിഭാഗത്തിന് മൂന്നാമതൊരു MLA കൂടി കിട്ടുന്നു എന്നതാണ് തന്നെ ഒപ്പം കൂട്ടുന്നതിന്റെ നേട്ടമായി PC ജോർജ് മുന്നോട്ട് വെക്കുന്നത്. തീരുമാനമെടുക്കേണ്ടത് PJ ജോസഫാണ്. തൽക്കാലം PC ജോർജിന്റെ ഓഫറിനോട് നോ പറഞ്ഞിട്ടില്ലെന്ന് മാത്രം. ജോർജിനെ കൂടെ കൂട്ടിയാലുണ്ടാകാവുന്ന പുകുലുകൾ കൂടി കണക്കിലെടുത്ത് PJ ജോസഫ് ഈ വിഷയത്തിൽ അന്തിമ തീരുമാനമെടുക്കാൻ വഴിയുള്ളൂ. കിരൺ ബാബു, പൊളിറ്റിക്കൽ ബ്യൂറോ, ന്യൂസ് 18.